ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദേഹിയും ദേഹവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം. ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. ദൈവത്തെ ഭയപ്പെടുവീൻ. നമ്മുടെ ജീവൻ അവന്റെ കൈകളിലാണ്, നമ്മുടെ നിത്യതയും അവന്റെ കൈകളിലാണ്. അതുകൊണ്ട് യേശു പറഞ്ഞത് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ എന്നാണ്. നരകത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക. ആ ശിക്ഷ എത്ര ഭയാനകമായിരിക്കുമെന്ന് ചിന്തിക്കുക. ഒരാൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ നരകത്തിൽ നിത്യശിക്ഷ സഹിക്കുന്നതിന്റെ വേദന സങ്കല്പിക്കുക. ജീവിതത്തിനും നിത്യതയ്ക്കും മേൽ മാത്രം അധികാരമുള്ളവനെ ദൈവത്തെ ഭയപ്പെടുക. ഒരിക്കൽ സ്കോട്ട്ലാൻഡിൽ ഒരു വലിയ ഗ്ലാസ് ഫാക്ടറി ഉണ്ടായിരുന്നു. ഗ്ലാസ് ഉരുക്കി പാത്രങ്ങളാക്കി രൂപപ്പെടുത്തുന്ന പ്രക്രിയ നിരീക്ഷിക്കാൻ ഒരു സുവിശേഷകൻ അവിടെ എത്തി. തീച്ചൂളയിൽ നിന്ന് ഉരുകിയ ഗ്ലാസ് പുറത്തു വരുന്നത് കണ്ടപ്പോൾ തീവ്രമായ ചൂടും ജ്വലിക്കുന്ന തീജ്വാലകളും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. വികാരഭരിതനായി അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, "ഓ, ഈ തീച്ചൂള എത്ര കഠിനമായി കത്തുന്നുവെങ്കിൽ നരകത്തിലെ പീഡനം എത്ര ഭയാനകരമായിരിക്കും എന്ന്." ഈ വാക്കുകൾ സമീപത്ത് നിൽക്കുന്ന ഒരു തൊഴിലാളിയുടെ കാതുകളിലെത്തി. അവ അയാളുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. അയാളുടെ മനസ്സിന്റെ കണ്ണുകളിൽ നരകത്തിന്റെ തീയുടെ ഭയാനകമായ ദർശനം അയാൾക്ക് കാണാൻ തുടങ്ങി. അയാൾ നടുങ്ങിക്കരഞ്ഞു. മാസങ്ങൾക്ക് ശേഷം അയാൾ ആ സുവിശേഷകനെ അന്വേഷിച്ചു ചെന്ന് പറഞ്ഞു, "സാർ, നിങ്ങൾ യാദർച്ഛികമായി ഫാക്ടറിയിൽ വന്നു. ഒരു വാചകം മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷേ അത് എന്നെ ആഴത്തിൽ തുളച്ചു കയറി. ദയവായി എന്നോട് പറയൂ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്തു ചെയ്യണം?" ആ ദിവസം അദ്ദേഹത്തിന്റെ രക്ഷയുടെ ദിവസമായി മാറി. പലരും നരകത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അതിന്റെ സത്യം ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? സ്വർഗം യഥാർത്ഥമായതുപോലെ നരകവും അങ്ങനെയാണ്. ചിലർ വാദിക്കുന്നു, സ്നേഹവാനായൊരു ദൈവം ആരെയെങ്കിലും നരകത്തിലേക്ക് അയക്കുമോ? എന്നാൽ സത്യം, അവന് അത് ആവശ്യമില്ല. ഒരു വ്യക്തി പാപത്തിൽ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അവൻ സ്വർഗരാജ്യത്തിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം സ്നേഹവാനായ ദൈവത്തിൽ നിന്ന് നിത്യമായ വേർപിരിയലിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ പ്രിയ പൈതലേ, ഇന്ന് തന്നെ ക്രിസ്തുവിലേക്ക് വരിക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ക്രിസ്തുവിന്റെ മഹത്തായ രാജ്യത്തിൽ കണ്ടെത്തുന്നതിന് നിങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുക. നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭാരം ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിത്യദണ്ഡനത്തിൽ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ മാത്രം സന്തോഷത്തോടെ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ എന്ത് സന്തോഷമായിരിക്കും? അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിലുള്ള വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഓബദ്യാവ്, വൈകുന്നേരം വെളിപ്പാട് 9-ാം അധ്യായം. ആമേൻ.